ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇൻകം ടാക്സിലെ ഇൻകം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ടാക്സ് എന്ന് പറയുന്നത്? ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്നും കമ്പൽസറി ആയിട്ട് വാങ്ങുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അല്ല, പകരം ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്തായാലും ഇത് പേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരുപാട് ചിലവാക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് റോഡ് ഉണ്ടാക്കണം, ബ്രിഡ്ജസ് ഉണ്ടാക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ ഡിഫെൻസ് എല്ലാം സ്ട്രോങ് ആക്കണം. ഈ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആവശ്യമുണ്ട്, വലിയൊരു ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഈ റിക്വയർമെൻ്റ് ഒക്കെ ഗവൺമെൻറ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? നമ്മൾ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നും. ടാക്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. എക്കോണമീൻ്റെ ഡെവലപ്മെൻറ്റിനും അതേപോലെ കൺട്രീൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് ആവശ്യമുള്ള സോഴ്സ് ഓഫ് റവന്യൂ കൊടുക്കുന്നത് ടാക്സിൽ നിന്നാണ്. ഈ ടാക്സ് വെച്ചിട്ടായിരിക്കും ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, റോഡ്സ്, ബ്രിഡ്ജസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡിഫെൻസ് സ്ട്രോങ് ആക്കുന്നതെല്ലാം ടാക്സ് വെച്ചിട്ടാണ്. നമ്മൾ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നാണ് ഇതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്? ഒരാൾ എന്തെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യുമ്പം അതിൻ്റെ ഒരു പാർട്ട് കമ്പൽസറി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. ഇങ്ങനെ ഗവൺമെൻറ് ഏൺ ചെയ്യുന്ന ഇൻകത്തിൽ നിന്നും ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇൻകംസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ശമ്പളം കിട്ടും, അതായത് സാലറി കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊരു വീടുണ്ട്, അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലോ നമുക്കതിൽ നിന്നും റെൻ്റൽ ഇൻകം കിട്ടും. അതേപോലെ ഇപ്പം നമ്മൾ CA അങ്ങനത്തെ പ്രൊഫഷണൽസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫീസ് കിട്ടും. ഇങ്ങനെ ഇൻകംസ് ഏൺ ചെയ്യാൻ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അങ്ങനെ സോഴ്സസിൻ്റെ ബേസിസിൽ, അതായത് ഏത് സോഴ്സിൽ നിന്നാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻകംസിനെ 5 ഹെഡായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം സാലറി. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം ഒരു എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് തരുന്നൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മളൊരു ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട്, റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്കൊരു റെൻ്റൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. നെക്സ്റ്റ്, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് നമ്മൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബിസിനസ് മാൻ ആണ്, അപ്പോൾ നമുക്ക് എന്തായാലും ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് കിട്ടണം, അതാണല്ലോ നമ്മുടെ മോട്ടീവ്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ്സിന് നമ്മൾ ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ആ ഹെഡിൻ്റെ അണ്ടറിലേക്ക്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ PGBP എന്ന് നമ്മൾ വരും. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഈ ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്? ലാൻഡ്, ബിൽഡിങ്. ഇതൊന്നും നമ്മൾ സ്ഥിരം വിറ്റ് വാങ്ങി അങ്ങനെ കളിക്കുന്നതല്ല. അതായത് നമ്മൾ ഒരുപാട് കാലത്തേക്ക് നമ്മുടെ ഒരു ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാൻഡ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടില്ലേ? ഈ ഇൻകത്തിനെ നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും ചാർജ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് മേലെ പറഞ്ഞിട്ടുള്ള ഈ 4 സോഴ്സസ് എന്ന് മാത്രമല്ല, വേറെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ബാങ്കിൽ ഒരു വലിയൊരു ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യും. ഈ ഇൻട്രസ്റ്റ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മേലത്തെ 4 ഹെഡിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ഹെഡിലും ചാർജ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഇൻകത്തിന് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലായിരിക്കും ചാർജ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ചാർജ് ചെയ്യുക. ഇൻകം ടാക്സിൽ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ലാൻഡോ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് അസസി തന്നെ ആയിരിക്കണം, അസസിൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇൻകം ടാക്സിൽ അതിനെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. House property as per Income Tax Act 1961 means any building,
or land appurtenant thereto which is owned by the assessee himself. ഒന്നെങ്കിൽ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ അതിനോട് ചുറ്റി നിൽക്കുന്ന ലാൻഡ്. ഇപ്പോൾ സപ്പോസ് ഒരു വീടാണെന്നുണ്ടെങ്കിൽ വീടും അതിനോട് ചുറ്റി നിൽക്കുന്ന പറമ്പും, ഇതിനെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പേർപ്പസിനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേർപ്പസിനോ യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കാം. ഹൗസ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കി. ഇനി എപ്പോഴാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടാക്സ് ചെയ്യുന്നത്? ഒരു ഇൻകം നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ടാക്സ് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. കണ്ടീഷൻ 1, പ്രോപ്പർട്ടി മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനൻറ്റ് thereto. ആ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ലാൻഡോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലാൻഡോ ഉണ്ടാവണം. ഇവിടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിംഗ് ഇൻക്ലൂഡ്സ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ഫാക്ടറി, ഗോഡൗൺസ്. അതായത് നമ്മുടെ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്താൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറി നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്നും കിട്ടുന്ന റെൻറ്റ് പോലും നമ്മൾ ഇൻകം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന ആ ഹെഡിൻ്റെ അണ്ടറിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാം. നെക്സ്റ്റ്, ലാൻഡ് അപ്പർട്ടനൻറ്റ് thereto എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ലാൻഡ്. എക്സാമ്പിൾ ഗാർഡൻ, ഗറാജ്, ഷെഡ്സ്, ഇതിനെല്ലാം നമ്മൾ ലാൻഡ് അപ്പർട്ടനൻറ്റ് thereto എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ 2, അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീൻ്റെ ഓണർ എന്ന് പറയുന്നത് അസസി തന്നെ ആയിരിക്കണം. ഓണർ ഇസ് ദ പേഴ്സൺ ഹു ഹാസ് ദ റൈറ്റ് ടു റിസീവ് ദ ഇൻകം ഫ്രം ദി പ്രോപ്പർട്ടി. ഇവിടെ നമ്മൾ ഈ രേഖാമൂലം ഓണർ ആയിരിക്കണം എന്നല്ല പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻകം റിസീവ് ചെയ്യാൻ റൈറ്റ് ഉള്ളത് ആരോ അയാളെയാണ് നമ്മളിവിടെ ഓണർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ, നോട്ട് നെസസറിലി ഡ്യൂറിങ് ദി അസസ്മെൻറ്റ് ഇയർ. സപ്പോസ് നമ്മൾ റെൻറ്റ് റിസീവ് ചെയ്യുന്നത് 2020-21 എന്ന പ്രീവിയസ് ഇയറിലാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ടാക്സ് പേ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 2021-22 എന്ന അസസ്മെൻറ്റ് ഇയറിലായിരിക്കും. അതായത് നമ്മൾ ഈ കൊല്ലം ഇൻകം ഏൺ ചെയ്ത അടുത്ത കൊല്ലമല്ലേ നമ്മൾ അതിൻ്റെ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻകം ടാക്സിൽ ഇൻകം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അസസി പ്രീവിയസ് ഇയറിൽ, അതായത് ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഓണർ ആയിരിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത കൊല്ലം അയാൾ വിറ്റിട്ടുണ്ട്, ഈ സപ്പോസ് ഇപ്പം ഈ പ്രീവിയസ് ഇയറിൽ അയാൾ ഓണർ ആയിരുന്നു, പക്ഷേ അടുത്ത കൊല്ലം അയാൾ എന്ത് ചെയ്തു, ഈ പ്രോപ്പർട്ടി വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ഇൻകം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ചാർജ് ചെയ്യുക. അതായത് അസസ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അയാൾ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി അല്ലെങ്കിലും ഏൺ ചെയ്ത ടൈമിൽ അയാൾ ഓണറാണോ എന്ന് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. When any unrealized rent is subsequently received, it will be taxed under this head even if the owner has transferred the property subsequently. എന്താണ് ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഈ റെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാ മാസവും നമ്മൾ പേ ചെയ്യുന്നതാണ്. അപ്പോൾ മാസാവസാനമായിട്ടും അല്ലെങ്കിൽ പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആയിട്ടും പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ സപ്പോസ് നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു ടൈം ആയപ്പോഴും റിസീവ് ചെയ്യാനുള്ള ടൈം ഡ്യൂ ഡേറ്റ് ആയപ്പോഴും നമുക്ക് അയാൾ പേ ചെയ്തില്ല, ടെനൻറ്റ് നമുക്ക് റെൻറ്റ് പേ ചെയ്യുന്നില്ല. നമുക്ക് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സബ്സീക്വൻ്റ്ലി ആയിരിക്കും നമ്മൾ ആ ഇൻകം റെൻ്റൽ ഇൻകം ഏൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഹെഡിൻ്റെ അണ്ടറിൽ തന്നെയാണ് ചാർജ് ചെയ്യുക. ഇവിടെ എപ്പോഴും ഓർക്കേണ്ട പോയിന്റ് എന്താ? ഇൻകം ഏൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്ന സമയത്ത് ഓണർ ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. ഭാവിയിൽ ചിലപ്പോൾ അയാൾ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, എന്നാലും പ്രശ്നമില്ല. അൺറിയലൈസ്ഡ് റെൻ്റ് ആണോ നമ്മൾ ഇൻകം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന ആ ഹെഡിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും ചാർജ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. നമുക്ക് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. എന്താണ് ആനുവൽ വാല്യൂ? ഒരു ബിൽഡിങ് നമ്മൾ ഒരു കൊല്ലം മുഴുവൻ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് റീസണബിളി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടോ, ഒരു റെൻ്റൽ എമൗണ്ട് ഉണ്ടോ? ഈ എമൗണ്ടിനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഫസ്റ്റ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ലെസ് മുനിസിപ്പൽ ടാക്സസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി അസസി. അസസി ശരിക്കും ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സസ്.
ഇവിടെ മുനിസിപ്പൽ ടാക്സിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടാവണം, ജസ്റ്റ് ഡ്യൂ ആയാൽ മാത്രം പോരാ, ആക്ച്വലി പേ ചെയ്ത എമൗണ്ട് ആയിരിക്കണം. ഇത് അസസ്സി തന്നെ പേ ചെയ്ത എമൗണ്ട് ആയിരിക്കണം, അല്ലാണ്ട് ടെനൻറ്റ് വാടകക്കാരൻ പേ ചെയ്ത മുനിസിപ്പൽ ടാക്സ് അല്ല. പകരം അസസ്സി സ്വന്തം കയ്യിൽ നിന്നും എടുത്ത് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ടേംസ് ആയിട്ട് ഫെമിലിയർ ആവണം. ഫസ്റ്റ് വൺ, ഫെയർ റെൻറ്റ്. ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെൻറ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടി ഇൻ സെയിം ലൊക്കാലിറ്റി. അതായത് ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതേപോലത്തെ വീടിന് ആ ഒരു ലൊക്കാലിറ്റിയിൽ എന്താണ് സാധാരണ റെൻറ്റ് കിട്ടുന്നത്, അതായത് ഒന്നുമില്ല, നാട്ടിലെ വില എന്താണ് എന്നുള്ളത് ഫസ്റ്റ്, അതിനെയാണ് നമ്മൾ ഫെയർ റെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, മുനിസിപ്പൽ വാല്യൂ. എല്ലാ ബിൽഡിങ്സിൻ്റെ മേലും ഈ മുനിസിപ്പൽ അതോറിറ്റീസ് കൊല്ലാകൊല്ലം ടാക്സ് പേ ചെയ്യിക്കും. ഈ ടാക്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു വാല്യുവേഷൻ പ്രകാരമുള്ളൊരു എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും. അതായത് നമ്മുടെ വീടിന് അവരൊരു വാല്യുവേഷൻ തരും, ഇത്രയാണ് നിങ്ങളുടെ വീടിൻ്റെ വില എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വാല്യുവേഷൻ തരും. ഈ വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുക. വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റീസ് ഫോർ ദ പേർപ്പസ് ഓഫ് മുനിസിപ്പൽ ടാക്സ്. ഇതിനെയാണ് മുനിസിപ്പൽ വാല്യൂ എന്ന് പറയാം. ഈ നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ആ ഒരു ഏരിയത്തെ വീടുകൾക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള റെൻ്റൽ എമൗണ്ടിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുക. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്ത് പ്രകാരമായിരിക്കും? റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമായിരിക്കും ഈ റെൻ്റൽ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഈ 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് ഒരു സാധനം കമ്പ്യൂട്ട് ചെയ്യണം. ER അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ്. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂവും കൂടി കമ്പയർ ചെയ്യണം. എന്നിട്ട് ഇതിലേതാണോ ഹയർ അത് നമ്മൾ ചൂസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂവും കൂടി കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ഹയർ അത് നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് ഈ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്യാം. എന്നിട്ട് ഇതിലേതാണോ ലോവർ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഒന്നും കൂടി പറയാം, ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂവും നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിലേതാണോ ഹയർ വാല്യൂ, സപ്പോസ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫെയർ റെൻറ്റ് എന്ന് പറയുന്നത് 2,40,000 റുപ്പീസാണ്. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh റുപ്പീസ്. അപ്പോൾ ഇതിലേതാണ് ഹയർ? റുപ്പീസ് 3 lakh. അപ്പോൾ 3 lakh നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മളിത് കമ്പയർ ചെയ്യുന്നത്, ഈ പറഞ്ഞ 3 lakh നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരായിട്ടാണ്? സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട്. അപ്പോൾ നമ്മൾ 3 lakhും 2,80,000ഉം നമ്മൾ ചൂസ് ചെയ്തു. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണോ ഏറ്റവും ലോവർ അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയാം. അപ്പോൾ 3 lakhും 2,80,000ഉം കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് ഏറ്റവും ലോവർ? റുപ്പീസ് 2,80,000. അപ്പോൾ നമ്മൾ 2,80,000 എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ഹയർ ഓഫ് മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ റെൻറ്റ് എത്രയാണ്? റുപ്പീസ് 3 lakh ആയിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇസ് ഓൾവേസ് ലിമിറ്റഡ് ടു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റിനെക്കാട്ടും കൂടില്ല ഈ പറഞ്ഞ എക്സ്പെക്റ്റഡ് റെൻറ്റ്. എപ്പോഴും സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിരിക്കും സീലിംഗ് എന്ന് പറയുന്നത്, ഇതിനെക്കാട്ടും കൂടില്ല. എക്സ്പെക്റ്റഡ് റെൻറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാമെന്നല്ലേ നമ്മൾ നോക്കുന്നത്. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് കമ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് റെൻറ്റ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം, ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. ഈ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കൂടി, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്, അതായത് നമ്മൾ ശരിക്കും ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ഓർ റിസീവബിൾ ഡ്യൂറിങ് ദി ഇയർ, നമുക്ക് റിസീവ് ചെയ്യാൻ പോകുന്ന ഇൻകം, ഒന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഏൺ ചെയ്തു അല്ലെങ്കിൽ എക്രൂ ചെയ്തിട്ടുള്ള ഇൻകം. ഈ ഇൻകത്തിൽ ഈ 2 എണ്ണം, അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. ഇതിൽ ഏറ്റവും ഹയർ ഏതാണോ ആ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ ആയിരുന്നു. അതിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു പോയത്. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. ലെസ്, അതിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു മൈനസ് ചെയ്യുന്നത്?
മുനിസിപ്പൽ ടാക്സിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? അത് ആക്ച്വലി പേ ചെയ്ത എമൗണ്ട് ആയിരിക്കണം, അതേപോലെ തന്നെ അത് അസസ്സി തന്നെ സ്വന്തം പേ ചെയ്ത എമൗണ്ടും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഡിഡക്ഷൻസ് ഫ്രം നെറ്റ് ആനുവൽ വാല്യൂ, സെക്ഷൻ 24. അതായത് നമ്മളോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ്, നിങ്ങൾ ഏൺ ചെയ്ത റെൻ്റൽ ഇൻകത്തിൻ്റെ മേലെ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ടാക്സ് പേ ചെയ്യണ്ട. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ ഒരുപാട് എക്സ്പെൻസസ് വരാം. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയർ വർക്ക് വരാം, അതേപോലെ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പെയിൻ്റ് അടിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് വരുന്നതാണ്. ഈ എക്സ്പെൻസസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളത് അതായത് അസസ്സി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ആ ബെനിഫിറ്റ്? ഇല്ല. ആ കേസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കുറച്ച് എമൗണ്ട്, അതായത് ഈ എക്സ്പെൻസസിനെല്ലാം വേണ്ടി നിങ്ങൾ കുറച്ച് എമൗണ്ട് ഡിഡക്ഷനായിട്ട് എടുത്തോ എന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ആക്ച്വലി ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എമൗണ്ട് ആണോ നമുക്ക് ഡിഡക്ഷനായിട്ട് തരുന്നത്? അല്ല. നമുക്കപ്പോൾ എന്താണ് ഡിഡക്ഷനായിട്ട് തരുന്നത്? ഡിഡക്ഷനായിട്ട് തരുന്ന അതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും കിട്ടും. അതായത് അതൊരു സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ഫ്ലാറ്റ് 30% ഓഫ് NAV എന്ന് പറഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കമ്പ്യൂട്ട് ചെയ്ത നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ ഫ്ലാറ്റ് 30% ആണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ചില സമയത്ത് നമുക്ക് ഈ ഡിഡക്ഷൻ എമൗണ്ട് ഒരുപാട് എക്സസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു 10,000 റുപ്പീസ് ആയിരിക്കും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 30,000 ആയിരിക്കാം. ഇനിയിപ്പം വേണമെങ്കിൽ നേരെ തിരിച്ച സിറ്റുവേഷൻ ആവാം. അതായത് നമ്മളൊരു 30,000 റുപ്പീസ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് നമുക്ക് 10,000 റുപ്പീസ് ആയിരിക്കും. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് റേറ്റ് ആണ്. അവിടെ സ്റ്റാൻഡേർഡ് ആണ്. അവിടെ നമുക്ക് ആക്ച്വൽ എക്സ്പെൻഡിച്ചറായിട്ട് യാതൊരു കണക്ഷനും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. ഇതാണ് സെക്ഷൻ 24-ലെ ഫസ്റ്റ് ഡിഡക്ഷൻ. സെക്കൻഡ് ഡിഡക്ഷൻ എന്താ? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഈ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ. ഈ ലോണിൻ്റെ മേലെ നമ്മളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയാണ്, ഈ ഇൻട്രസ്റ്റും കൂടി, അതായത് നമ്മൾ ഈ പെർട്ടിക്കുലർ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്വയർ ചെയ്യാനോ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ഇൻട്രസ്റ്റ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫോർ ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അക്വിസിഷൻ, രണ്ടാമത്തേത് റിപ്പയർസ് ഓർ റീകൺസ്ട്രക്ഷൻ. ചിലപ്പോൾ നമ്മൾ ഈ വീടൊന്ന് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയർ വർക്കിനായിരിക്കും. അതിനു വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അലൗഡ് ഓൺ എക്രൂവൽ ബേസിസ്. അവിടെ നമ്മൾ ആക്ച്വലി പേ ചെയ്തോ എന്നല്ല നോക്കുന്നത്, എക്രൂ ആയിട്ടുണ്ടോ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. മുനിസിപ്പൽ ടാക്സ് ആയിരുന്നു നമ്മൾ ശരിക്കും പേ ചെയ്തോ എന്ന് നോക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് നമുക്ക് എന്ത് ചെയ്യാം? എക്രൂ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അലൗഡ്. നമ്മളിപ്പം ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ആയിട്ടും നമ്മളത് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ അൺപെയ്ഡ് ഇൻട്രസ്റ്റിൻ്റെ മേലെ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. ഈ എക്സ്ട്രാ ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ ഒരു തെറ്റ് കാരണം നമ്മൾ ടൈമിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാത്തത് കാരണം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വീണ്ടും എക്സ്ട്രാ പേ ചെയ്യാൻ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഒന്നും നമുക്ക് ഡിഡക്ഷനായിട്ട് കിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അലൗഡ്. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഫ്രഷ് ലോൺ ടേക്കൺ ടു റീപേ ദ ഒറിജിനൽ ലോൺ ഇസ് ഓൾസോ അലൗഡ്. അതായത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീട് വാങ്ങാൻ വേണ്ടി നമ്മൾ ഏത് ബാങ്കിൽ നിന്നായിരുന്നു ലോൺ എടുത്തത്? സപ്പോസ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നായിരുന്നു നമ്മൾ ഈ വീട് വാങ്ങാൻ വേണ്ടി ഒരു ഒറിജിനൽ ലോൺ എടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുക നമുക്ക് ഈ ബാങ്ക് ഒന്ന് മാറ്റിപ്പിടിക്കാം. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്തിട്ട്, അതായത് നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു പുതിയ ലോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമുക്ക് ഇനി ഭാവിയിൽ സ്റ്റേറ്റ് ബാങ്കിന് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് പോലും നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ഡിഡക്ഷനെ ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ലോണ് റീപേ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ലോൺ എടുക്കുകയാണെങ്കിൽ ആ പുതിയ ലോണിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റും നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഹെഡിൻ്റെ അണ്ടറിലെ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു ഓവറോൾ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി.
നമുക്ക് 2 കോളംസ് ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താ, നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക ലെസ് മുനിസിപ്പൽ ടാക്സസ്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 കണ്ടീഷൻസ് ഓർമ്മ വരണം. അത് ആക്ച്വലി പേ ചെയ്ത എമൗണ്ട് ആയിരിക്കണം, അസസ്സി തന്നെ പേ ചെയ്ത എമൗണ്ട് ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്നും നമുക്ക് 2 ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എറ്റ് ഫ്ലാറ്റ് 30%. ഈ 30% നമ്മൾ എന്തിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് മേലെ കിട്ടിയിട്ടുള്ള നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ മേലെ ഇൻറ്റു 30% അടിക്കാം. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയാം. ആ 30% നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ലെസ് ചെയ്യാം. പിന്നെ അടുത്തത് എന്താ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്. അടുത്ത ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്. ഈ ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ പെർട്ടിക്കുലർലി അത് വാങ്ങാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് നമുക്കിവിടെ ലെസ് ചെയ്യാം. ഈ കമ്പ്യൂട്ടേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കിതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാലോ. Joseph has a house property at Wayanad whose municipal valuation is rupees 3 lakh. Fair rent of the property is rupees 2,50,000. The standard rent fixed by the Rent Control Act is rupees 2,60,000. ഈ ഡാറ്റ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യാൻ പറ്റുക, എക്സ്പെക്റ്റഡ് റെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇനി the property is let out throughout the year to Sarah for a rent of rupees 25,000 per month. Joseph paid a municipal tax at 7% of municipal valuation. Interest on borrowed capital was rupees 40,000 for the year. Compute income from house property of Joseph. Computation of income from house property le first step നമ്മൾ എന്താ പഠിച്ചേ, ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഫസ്റ്റ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, എക്സ്പെക്റ്റഡ് റെൻറ്റ് വേണം. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മൾ എങ്ങനെയായിരുന്നു കമ്പ്യൂട്ട് ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂഷനും കൂടി കമ്പയർ ചെയ്യും. എന്നിട്ട് അതിലേതാണോ ഹയർ അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ ചൂസ് ചെയ്ത എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്യും. ഇതിലേതാണോ ലോവസ്റ്റ് അതായിരിക്കും നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും, സ്റ്റാൻഡേർഡ് റെൻറ്റ് rupees 2,50,000, മുനിസിപ്പൽ വാല്യൂവേഷൻ rupees 3 lakh. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണല്ലോ. ഇതിലേതാണ് ഹയർ, rupees 3 lakh. ഇനി സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് rupees 2,60,000. അപ്പോൾ 3 lakhും 2,60,000 അല്ലേ ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പം ഏറ്റവും ലോവസ്റ്റ് ഏതാ, 2,60,000. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയായിരിക്കും, rupees 2,60,000. ഇനി എക്സ്പെക്റ്റഡ് റെൻറ്റ് നമുക്ക് കിട്ടില്ലോ. ഇനി നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാം, എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡും രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ ഏറ്റവും ഹൈ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയായിരുന്നു, rupees 2,60,000. ഇനി ആക്ച്വൽ റെൻറ്റ് എത്രയാണ്, അത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യനിൽ എത്രയാണ്, ദ പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയർ ടു സാറ ഫോർ റെൻറ്റ് ഓഫ് rupees 25,000 പെർ മന്ത്. ഇവിടെ മന്തിലല്ലേ നമുക്ക് ഡാറ്റ തന്നിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാം പെർ ഇയർ അല്ലേ അല്ലെങ്കിൽ പെർ ആനം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പെർ മന്ത് ഉള്ള ഡാറ്റ പെർ ആനത്തിലേക്ക് മാറ്റണം. അതായത് 25,000 പെർ മന്ത് അല്ലേ, അപ്പം അത് ഇൻറ്റു ഒരു ഇയറിൽ എത്ര മന്ത്സാണ്, 12 months. അപ്പോൾ 25,000 ഇൻറ്റു 12 എത്രയാണ്, rupees 3 lakh. അപ്പോൾ ഒന്ന് നോക്ക്, എക്സ്പെക്റ്റഡ് റെൻറ്റ് rupees 2,60,000 ആണ്, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് rupees 3 lakh ആണ്. ഈ കേസിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ഏതാ ട്രീറ്റ് ചെയ്യാം, ഇതിലേതാണോ ഹയർ ആ എമൗണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വൽ റെൻറ്റ് 3 lakh ആണ് ഏറ്റവും ഹൈ. അപ്പോൾ നമ്മളിവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ rupees 3 lakh ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിയാൽ നമുക്ക് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചൂടെ. എങ്ങനെയായിരുന്നു ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ഇവിടെ എത്രയാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ. ജോസഫ് പെയ്ഡ് മുനിസിപ്പൽ ടാക്സസ് അറ്റ് 7% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. അതായത് ഇവിടെ പറയുന്നത് എന്താ,
മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 7% ആണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ ജോസഫ് തന്നെയാണ് പേ ചെയ്തതെന്നുള്ളത് കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയാണ് മുനിസിപ്പൽ വാല്യുവേഷൻ? ₹3 lakh. ₹3 lakhൻ്റെ 7% ആയിരിക്കും മുനിസിപ്പൽ ടാക്സ്. അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? മുനിസിപ്പൽ വാല്യുവേഷൻ ഇൻറ്റു ടാക്സ് പെർസെൻറ്റേജ്, ₹3 lakh ഇൻറ്റു 7%, ₹21,000. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി, മുനിസിപ്പൽ ടാക്സ് കിട്ടി. ഇനി നമുക്ക് സുഖമായിട്ട് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചൂടെ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ, ഗ്രോസ് ആനുവൽ വാല്യൂ ₹3 lakh ലെസ് മുനിസിപ്പൽ ടാക്സസ് ₹21,000. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടിയില്ലേ? ₹2,79,000. ഇനി ഈ 2,79,000 നമുക്ക് 2 ഡിഡക്ഷൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് 2 ഡിഡക്ഷൻസ്? ഒന്ന് 2,79,000, അതായത് നെറ്റ് ആനുവൽ വാല്യൂൻ്റെ 30% എത്രയാണ് വരുന്നത്? 83,700. ഇനി അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷൻ ആയിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ക്വസ്റ്റ്യനിൽ എത്ര ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ വാസ് ₹40,000 ഫോർ ദ ഇയർ എന്ന ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി നമുക്ക് ലെസ് ചെയ്യാം. ₹40,000 നമ്മൾ ലെസ് ചെയ്തു. ഇത്രയും കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. എത്രയാണ്? ₹1,55,300. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.